ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് TV. ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗിക ജീവിതം. ഈ സെക്സിനിടയിൽ അല്ലെങ്കിൽ സെക്സിന് മുമ്പായിട്ട് ദമ്പതികൾ തമ്മിൽ ലൈംഗിക സെക്സ് ടോക്ക് നടത്തണമെന്ന് നാം സംസാരിച്ചിട്ടുണ്ട്. അത് ലൈംഗികമായ ഉണർവിനും പരസ്പരമുള്ള അറ്റാച്ച്മെൻറ്റിനുമൊക്കെ വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഇണയുടെ ലൈംഗികാവയവത്തെ അല്ലെങ്കിൽ ലൈംഗികാവയവങ്ങളെ തരം താഴ്ത്തിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് നമ്മളൊരിക്കലും സംസാരിക്കരുത്. ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ഇത് ചില പ്രശ്നങ്ങളുണ്ടാക്കും. ഒരു സ്ത്രീയോട് ഏതെങ്കിലുമൊക്കെ ലൈംഗികാവയവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ തുടങ്ങിയ രീതിയിൽ അതിനെ മോശപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഞാനൊരു മോശമാണോ, ഞാനൊരു പൂർണ്ണയല്ലേ, ഇയാൾ പറയുന്നത് എനിക്ക് കുറവുണ്ടെന്നാണല്ലോ, ഞാനൊരു പൂർണ്ണയല്ലേ, ഒരു പുരുഷൻ്റെ അടുത്ത് കാണിക്കാൻ മാത്രമുള്ള ശരീരമൊന്നും എനിക്കില്ലേ എന്ന തരത്തിലേക്ക് ഒരു സെൽഫ് ഹെയ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ഈ വിഷയത്തിൽ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഇത്തരം കളിയാക്കലുകൾ മാറും എന്നുള്ളതാണ്. അത് പിന്നെ പയ്യെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈംഗികമായ ഒരു വിമുഖത കാണിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുരുഷൻ്റെ ലൈംഗികാവയവത്തെ ഭാര്യ കളിയാക്കി കഴിഞ്ഞാൽ അത് ഉദ്ധാരണമടക്കമുള്ള ഒരുപാട് വിഷയങ്ങളെ അത് വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. ഒരു തവണ എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ്. ഒരാൾ പറഞ്ഞു, ഭാര്യയുടെ അടുത്ത് എത്തുന്ന സമയത്ത് എനിക്ക് ഇറക്ഷൻ ഇല്ല, മറ്റുള്ള സമയത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഭാര്യയുടെ അടുത്തേക്ക് ഇതിനു വേണ്ടി ലൈംഗിക താല്പര്യത്തോടുകൂടി എത്തിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഇറക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ഭാര്യയും ഭർത്താവും മുമ്പ് ലൈംഗികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ വേണ്ടത്ര ഇദ്ദേഹം ഉദ്ദേശിച്ച അത്രയും ഉദാഹരണം ലഭിക്കാതെ വന്ന ചില കാരണങ്ങളാൽ അങ്ങനെ വന്ന ചില സാഹചര്യങ്ങളിൽ ഈ ഭാര്യ പറയും, ഓ മനുഷ്യ അതിനെന്തോ പ്രശ്നമുണ്ട്, അത് ശരിയാവുന്നില്ല, അതിനെന്തോ പ്രശ്നമുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന തരത്തിൽ ഈ പെൺകുട്ടി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പെൺകുട്ടി കളിയാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പുറത്തുള്ള ആ വ്യക്തിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞ് പിന്നെ ഉള്ള ഇറക്ഷനും കൂടെ ഈ ഭാര്യയുടെ അടുത്ത് നഷ്ടപ്പെടുകയും ഈ ഭാര്യയുടെ അടുത്ത് എത്തുന്ന സമയത്ത് മാനസികമായ ആ സ്വാധീനമുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ആ ചിന്ത അതിശക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അത് പിന്നീട് ഒരു വലിയ പ്രശ്നമായിട്ട് പിന്നെ അവിടെ ഒരു തരത്തിലുള്ള ഇറക്ഷൻ ഭാര്യയുടെ അടുത്ത് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി മാറി എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ലൈംഗികമായ നമ്മുടെ ആത്മവിശ്വാസം, സെക്ഷുവൽ കോൺഫിഡൻസ്, ലൈംഗികമായ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണിത്. ഒരാൾക്ക് മറ്റേതൊരു പ്രവർത്തനത്തിൽ വന്നതുപോലെ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആ കാര്യത്തോട് താല്പര്യം ഉണ്ടാവില്ല, പേടിയായിരിക്കും, സന്തോഷിക്കാനൊട്ട് കഴിയത്തുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ലൈംഗികമായ ആത്മവിശ്വാസവും. ലൈംഗികമായ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം കുറയും, അതിനോട് പേടി വരും, ആശങ്കകൾ ഉണ്ടാകും, ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതുകൊണ്ട് ഇണയുടെ ലൈംഗികാവയവങ്ങളെ എന്തിൻ്റെ പേരിലാണെങ്കിലും തരം താഴ്ത്തി കളിയാക്കി മോശപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. വളരെ നല്ല രീതിയിൽ അതിനെ നല്ല ഉപമകളോടൊക്കെ ഉപമിച്ചുകൊണ്ടുള്ള നല്ല സംസാരങ്ങൾ, പരസ്പരം എനർജി നൽകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുമാണ്. അത് നമ്മുടെ ലൈംഗിക ബന്ധത്തിന് അതിൻ്റെ പ്ലഷർ വർദ്ധിപ്പിക്കുന്നതിൽ, ഇറക്ഷൻ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ സഹായകമാകുന്ന ഒരു ഘടകമായിരിക്കും എന്നുള്ളതാണ്. ഇനിയും മറ്റുള്ള വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.